മൂന്നാമത്തെ ശ്ലോകത്തിൽ ഈ ഗ്രന്ഥം പഠിക്കുന്നത് കൊണ്ടുള്ള യഥാർത്ഥ ഗുണം എന്താണെന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു. 1-ാം അധ്യായം ശ്ലോകം 3. സംസ്കൃത ശ്ലോകം. തദഹം സംപ്രവശ്യാമി ലോകാനാം ഹിതകാമ്യയാ യേന വിജ്ഞാതമാത്രേണ സർവജ്ഞത്വം പ്രപദ്യതേ. പദാനുപദ അർത്ഥം. തത് അത്, ആ നീതിശാസ്ത്രത്തെ, അഹം ഞാൻ, സംപ്രവശ്യാമി നന്നായി വിവരിക്കാം, വിസ്തരിച്ചു പറയാം, ലോകാനാം ജനങ്ങളുടെ, ലോകത്തിൻ്റെ, ഹിതകാമ്യയാ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട്, ക്ഷേമത്തിനായി, ഏന ഏതൊന്നിനെയാണോ, വിജ്ഞാതമാത്രേണ അറിഞ്ഞതുകൊണ്ടു മാത്രം, മനസ്സിലാക്കിയാൽ മാത്രം, സർവജ്ഞത്വം സർവവിജ്ഞാനവും എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള അറിവ്, പ്രപദ്യതേ ലഭിക്കുന്നു, കൈവരുന്നു. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. ലോക നന്മയ്ക്കായി, പബ്ലിക് വെൽഫെയർ ആണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു. സർവജ്ഞത്വം എന്നത് ഇവിടെ ലോകകാര്യങ്ങളിലുള്ള പ്രായോഗിക ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ നീതിസാരങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലെ ഏത് സങ്കീർണമായ സാഹചര്യത്തിലും എന്ത് നിലപാടെടുക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കും. അയാൾക്ക് ലോകഗതിയെക്കുറിച്ച് അറിവില്ലാത്തവനായി ഇരിക്കേണ്ടി വരില്ല. 2. ആത്മീയ അർത്ഥം. ആത്മീയമായി നോക്കിയാൽ, യേന വിജ്ഞാതേന സർവമിദം വിജ്ഞാതം ഭവതി, ഏതൊന്നിനെ അറിഞ്ഞാലാണോ മറ്റെല്ലാം അറിഞ്ഞതായിത്തീരുന്നത് എന്ന ഉപനിഷത്ത് തത്വത്തോട് ഇതിന് സാമ്യമുണ്ട്. ധർമ്മത്തിൻ്റെയും നീതിയുടെയും അടിസ്ഥാനം അറിഞ്ഞാൽ പിന്നീട് ലോകത്തിലെ മറ്റ് ചതിക്കുഴികളോ മായയോ നമ്മെ ബാധിക്കില്ല. ലോകഹിതത്തിനായി പ്രവർത്തിക്കുക എന്നത് ഏറ്റവും വലിയ ആത്മീയ കർമ്മമാണ്. നമുക്ക് ലഭിക്കുന്ന ഉപദേശം. നമ്മൾ നേടുന്ന അറിവ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. ഹിതകാമ്യയാ. അറിവ് കേവലം വിവരശേഖരണമല്ല, മറിച്ച് അത് നമ്മുടെ വിവേചന ബുദ്ധി വർദ്ധിപ്പിക്കുകയും നമ്മെ എല്ലാ കാര്യങ്ങളിലും പ്രാപ്തരാക്കുകയും ചെയ്യണം. ഒരു ഗുണപാഠകഥ. അറിവും പ്രയോഗവും. ഒരിക്കൽ ഒരു പണ്ഡിതൻ പുഴ കടക്കാൻ ഒരു വഞ്ചിയിൽ കയറി. വഞ്ചി തുഴയുന്ന സാധാരണക്കാരനായ തോണിക്കാരനോട് അയാൾ ചോദിച്ചു, നിനക്ക് ജ്യോതിശാസ്ത്രമറിയാമോ? തോണിക്കാരൻ ഇല്ലെന്നു പറഞ്ഞു. നിന്റെ ജീവിതത്തിൻ്റെ 1/4 ഭാഗം വെറുതെയായി എന്ന് പണ്ഡിതൻ പരിഹസിച്ചു. പിന്നെ അയാൾ ചോദിച്ചു, നിനക്ക് വ്യാകരണം അറിയാമോ? തോണിക്കാരൻ അതുമില്ലെന്ന് പറഞ്ഞു. നിന്റെ പകുതി ജീവിതം പാഴായി എന്ന് പണ്ഡിതൻ വീണ്ടും പറഞ്ഞു. പെട്ടെന്ന് പുഴയിൽ ഒരു വലിയ ചുഴി രൂപപ്പെട്ടു. വഞ്ചി മറിയാൻ തുടങ്ങി. തോണിക്കാരൻ പണ്ഡിതനോട് ചോദിച്ചു, സ്വാമി, അങ്ങേക്ക് നീന്താൻ അറിയാമോ? പണ്ഡിതൻ പേടിയോടെ പറഞ്ഞു, ഇല്ല. തോണിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ അങ്ങയുടെ മുഴുവൻ ജീവിതവും ഇപ്പോൾ പാഴാകാൻ പോവുകയാണ്. എനിക്ക് നീന്തൽ എന്ന കാര്യമായ അറിവ് അറിയാം. ഗുണപാഠം. ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ പ്രായോഗിക ജ്ഞാനമാണ് യഥാർത്ഥ സർവജ്ഞത്വം. ചാണക്യൻ നമുക്ക് നൽകുന്നത് ഇത്തരത്തിലുള്ള പ്രായോഗികമായ അറിവുകളാണ്.